എന്റെ പാപം കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ആമേൻ. പാപമോചനം പ്രാപിച്ചെടുക്കുക, ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, അത് എന്നേക്കുമായി ഉപേക്ഷിക്കുക. ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, അത് എന്നേക്കുമായി ഉപേക്ഷിക്കുക. ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ചെയ്തു പോയ തെറ്റ് കുറ്റങ്ങളെ കഴുകി നിന്റെ ജീവിതത്തിൽ ഒരു പുതുജീവൻ തരുവാൻ, ഒരു പുതുജീവൻ തരുവാൻ സ്വർഗത്തില് ദിവ്യ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഗാഡ് ക്ലൻസസ് യു. യേശു നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഏറ്റു പറയുമോ? ഞാൻ കൈക്കൂലിക്കാരനാണ്, ഞാൻ വേശ്യത്തനം പ്രവർത്തിച്ചവനാണ്, ഞാൻ മദ്യപാനിയാണ്, ഞാൻ പുകവലിക്കാരനാണ്, ഞാൻ ദൈവവേലയെ വിമർശിക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കരുണ ലഭിക്കും, കരുണ ലഭിക്കും, കൃപ ലഭിക്കും, കൃപ ലഭിക്കും. അഗ്നി വ്യാപരിക്കുന്നു ഓരോരുത്തരിലും, ഓരോരുത്തരിലും, ഓരോരുത്തരിലും. വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ലാതെ അനേക കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു ചേർച്ചയില്ലാതെ, ഒരു ഐക്യതയില്ലാതെ, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു സന്തോഷമില്ലാതെ എത്തിയിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിടെ ഇടപെടുന്നു. ആദ്യം പാപക്കെട്ടുകളെ അറുക്കുന്ന കർത്താവ്, പാപക്കെട്ടുകളെ അറുക്കുന്ന കർത്താവ്, പാപക്കെട്ടുകളെ അറുക്കുന്ന കർത്താവ്. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ്സ് ഹീലിംഗ് ഹാൻഡ് എല്ലാരിലും, എല്ലാരിലും സൗഖ്യം ആക്കുന്ന ഉന്നതത്തിലെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. റഗ്ഗാലദം ധനദബ, റഗ്ഗാലദം ധനദബ, റഗ്ഗാലദം ധനദബലജബ, റഗ്ഗാലദം ധനദബലജബ, റഗ്ഗാലദം ധനദബ. ടി 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 ടി. കരം ഉയർത്തി, കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ഓ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ഇന്നാത്മമാരി, ഇന്നാത്മമാരിക്കൊണ്ട്, ആമേൻ, ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു. ആമേൻ, 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 ആമേൻ. അഗ്നി, പുതു ശക്തി ദൈവം അരുളി ചെയ്യുന്ന. എന്റെ വക്കൽ ധനമുണ്ട്, നിലനിൽക്കുന്ന ധനം, വക്കോളം നിറയ്ക്കുന്ന ധനം, കവിഞ്ഞൊഴുകുന്ന ധനം, നിശ്ചയമുള്ള ധനം. അതിൽ ആദ്യം നാം ധ്യാനിച്ചത് ദൈവത്തിന്റെ കൃപാധനം. ഭയങ്കരനായ ദൈവം മോശയെ അടുത്തു വിളിച്ച് മറ്റെല്ലാവരെയും അകറ്റി നിർത്തി ഞാൻ ഭയങ്കരനായ ദൈവമെന്ന് സ്ഥാപിച്ച ധനം. ജനത്തിനും ദൈവത്തിനും ഇടയ്ക്കൊരു അതിർത്തിയിട്ട് ജനത്തിന് അകത്തി നിർത്തിയ സ്വർഗത്തിലെ ദൈവം, ഭയങ്കരനായ ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് കൃപാധനം, കൃപാധനം, കൃപമേൽ കൃപ. വേശ്യയും കുഷ്ഠരോഗിയും പാളയത്തിന് പുറത്താക്കി അവൻ രാജാവായാലും മരണപര്യന്തം അവിടെ തന്നെ ആയിത്തീരണം എന്നുള്ള കൽപ്പന മാറ്റിക്കൊണ്ട്
കുഷ്ഠരോഗിയുടെ അടുക്കൽ പോയി, മകനെ എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക. വേശ്യയും മുന്നറിയിപ്പ് നൽകി സൗഖ്യമാക്കി, നീ പാപം ചെയ്യരുത്, കൃപയാൽ ശപിച്ച്. ആ കൃപാധനം ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിങ്ങളുടെ രോഗം മാറ്റുവാൻ, നിങ്ങളുടെ പാപക്കയറുകൾ അറുക്കുവാൻ ഇവിടെ ഉണ്ട്. രണ്ടാമത് റോമർക്കെഴുതിയ ലേഖനം 9:23-24. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ ഒരിക്കൽ കൂടെ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും. തേജസ്സിന്റെ ധനം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം, മഹിമയിൻ ഐശ്വര്യം, riches of God's glory, തേജസ്സിന്റെ ധനം. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് ഞങ്ങളെ ഡൽഹി പട്ടണത്തിൽ കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഡൽഹി പട്ടണത്തിൽ ഞാൻ പോകുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങളെ സ്വീകരിപ്പാൻ അവിടെ ഒരു കുടുംബം എത്തിയിരുന്നു. അവര് ഞങ്ങൾ അന്വേഷിക്കുന്നു, അവർ ഞങ്ങൾ അന്വേഷിക്കുന്നു. രണ്ടുപേരും തമ്മിൽ നേരത്തെ കണ്ടിട്ടുമില്ല. ബ്രദർ R.D. സുന്ദർ സിംഗ് എന്നുള്ള ബോർഡുമായി രണ്ടുപേർ നിൽക്കുന്നത് ഞങ്ങൾ കണ്ട് അവിടെ അടുക്കൽ പോയി. അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ച് സ്വീകരിച്ചിട്ട് ഞങ്ങളെ ഫ്ലാറ്റിലാക്കേണ്ട വ്യക്തി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞ്, സാർ വന്നില്ലയോ? അപ്പൊ ഞാൻ തിരികെ ചോദിച്ചു, ഏതാ സാറ്? ബ്രദർ സുന്ദർ സിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നിൽക്കുന്ന ബ്രദർ സുന്ദർ സിംഗ് ഞാൻ തന്നെ. ഞങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞ്, ആ ഗ്ലാമർ ഇപ്പോ ഇല്ലല്ലോ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ, CD-യിൽ കാണുമ്പോൾ, വാൾ പോസ്റ്ററിൽ കാണുമ്പോഴുള്ള ഗ്ലാമർ അടുത്ത് കാണുമ്പോൾ ഇല്ലല്ലോ. ഞാൻ അയാൾക്ക് മറുപടി നൽകി, ഞാൻ മാത്രമല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ. പക്ഷേ നമ്മുടെ ദൈവമുണ്ടല്ലോ, ഈ വചനത്തിൽ പേപ്പറുകളിൽ എഴുതി വെച്ചതുപോലുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധാരണ ദൈവമല്ല നമ്മുടെ ദൈവം. ഈ ദൈവം മനുഷ്യർ ആർക്കും കാണാൻ കഴിയാത്ത ദൈവം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. A God, my God is a God who cannot be seen by a man. മനുഷ്യൻ തന്നെ, ദൈവം തന്നെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33 18, 19, 20 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ മുഖത്തിൽ യഹോവയുടെ ഫുൾ തേജസ് നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഒരു മനുഷ്യനെ കൊണ്ട് കാണുവാൻ കഴിയാത്ത തേജസ് യഹോവയാം ദൈവത്തിന്റെ മുഖത്തിൽ നിറഞ്ഞു നിന്ന്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതേ യഹോവയാം ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്നുള്ള മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്നപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വചനത്തിൽ, 14-ാം വചനത്തിൽ, 15-ാം വചനത്തിൽ, 16-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സത്യത്തിന്റെ സാക്ഷിയായി യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കാരാഗ്രഹത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ ഒരു മഹാനാദം കേട്ട്
മഹാനാദം കേട്ട് അവൻ നോക്കിയപ്പോൾ മനുഷ്യപുത്രന് സദൃശ്യനായ യേശു കർത്താവ് അവന്റെ അടുക്കൽ നിൽക്കുന്നത് അവൻ കണ്ട്. യേശു കർത്താവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14, 15, 16 വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം. 14-ാം വചനം, അവന്റെ തലയും തലമുടിയും, യേശു കർത്താവിന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നി ജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. യേശു കർത്താവിന്റെ കാല് ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. അവന്റെ ശബ്ദം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും 16-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു കർത്താവിന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോൽ ആയിരുന്നു. തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുമ്പോൾ എത്ര പ്രകാശമുണ്ടോ ആ പ്രകാശം യേശു കർത്താവിന്റെ മുഖത്തിൽ തേജസ് നിറഞ്ഞു നിന്ന്. യഹോവയുടെ തേജസ്, യേശു കർത്താവിന്റെ തേജസ്. മൂന്നാമത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാം വചനത്തിൻ പ്രകാരം ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചതിന് ശേഷം സോളമൻ ചക്രവർത്തി സ്വർഗം നോക്കി കരമുയർത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആലയം മുഴുവൻ നിറച്ചു. ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ ആലയത്തിന്റെ അകത്ത് പ്രവേശിക്കുവാൻ കഴിയാതെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആലയം ഒക്കെയും ദൈവാത്മാവിന്റെ അഗ്നിയാൽ നിറഞ്ഞിരുന്നു. ആമേൻ. അത് പരിശുദ്ധ ആത്മാവാം ദൈവത്തിന്റെ തേജസ്, യഹോവയാം ദൈവത്തിന്റെ തേജസ്, യേശു കർത്താവാം ദൈവത്തിന്റെ തേജസ്, പരിശുദ്ധ ആത്മാവാം ദൈവത്തിന്റെ തേജസ്. ജോസഫേസ് എന്നുള്ള ചരിത്രക്കാരൻ എഴുതുന്നു, 2000 ആണ്ടുകൾക്ക് മുമ്പ് ബെത്ലഹേം ഗ്രാമത്തിൽ ജനിച്ച് നാസറേത്ത് പട്ടണത്തിൽ വളർന്ന് പാലസ്തീൻ രാജ്യത്തിൽ ചുറ്റിത്തിരിഞ്ഞ് 30-33 വയസ്സ് മതിക്കത്തക്ക ജോസഫ് എന്നുള്ള തച്ചന്റെ മകനായ യേശു ചരിത്രക്കാരൻ എഴുതുന്നു, ആ കാലഘട്ടത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും വലിയ ശക്തനായ മനുഷ്യൻ. ആമേൻ. ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും സുന്ദരൻ, ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ, ഏറ്റവും ദൈവ തേജസ്സുള്ള മനുഷ്യൻ. അതാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഉത്തമഗീതം 5-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം അവൻ 10,000-ൽ അതിശ്രേഷ്ഠൻ. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു അതിസുന്ദരൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം അവൻ ജ്ഞാനത്തിന്റെ ഉറവിടം. യൂദാലേഖനം 20-ാം വചനത്തിൽ 24-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവന്റെ സന്നിധി മഹിമാ സന്നിധി. എസെക്കിയേൽ 28-ാം അധ്യായം 12-ാം വചനത്തിൻ പ്രകാരം തന്റെ സൗന്ദര്യവും ജ്ഞാനവും ദൂതന്മാർക്ക് അവൻ കൈമാറി. വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വചനത്തിൻ പ്രകാരം തന്റെ തേജസ് മനുഷ്യർക്ക് നൽകി. ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവ തേജസ് അവനിൽ നിന്ന് നഷ്ടമായി. God's glory is nothing but the defense
of a man. ഒരു മനുഷ്യന്റെ പരിചയാണ് ദൈവത്തിന്റെ തേജസ്. ലോകത്തോട് എതിർത്ത് നിൽക്കുവാൻ, ജഡത്തോട് എതിർത്ത് നിൽക്കുവാൻ, സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം ഒരു മനുഷ്യന് നൽകിയ പരിചയാണ് ദൈവത്തിന്റെ തേജസ്. ആകയാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് മോശ നിലവിളിക്കുന്നു, ഇനി മുമ്പിൽ ഒരു സ്റ്റെപ്പ് കൂടെ വയ്ക്കരുത്, നിങ്ങളെ സംരക്ഷിച്ച കൃപാവലയം പോയിരിക്കുന്നു. സംഖ്യ പുസ്തകം 14 അധ്യായം 9 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യുവർ ഡിഫൻസ് ഈസ് ഡിപ്പാർട്ടഡ്, യുവർ ഡിഫൻസ് ഈസ് ഡിപ്പാർട്ടഡ്. നിങ്ങളുടെ പരിച, നിങ്ങളുടെ ശരണം പോയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നഷ്ടപ്പെട്ട ദിവ്യ തേജസ് വീണ്ടെടുക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദിവ്യ അഗ്നിയും തേജസ്, ദൈവം നിങ്ങൾക്ക് നൽകിയ തേജസ്സിന്റെ ദാനം ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദിവസമാണ്. ഹൃദയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങയുടെ രക്തത്താൽ എന്റെ ഹൃദയത്തെ കഴുകണമേ. 1 യോഹന്നാൻ 1 അധ്യായം 7 വചനത്തിൻ പ്രകാരം അങ്ങയുടെ ജീവന്റെ രക്തത്താൽ യേശു കർത്താവേ എന്റെ ഹൃദയത്തെ കഴുകണമേ രാജാ. ഹൃദയം നേരെയായാൽ നിന്റെ ജീവിതം നേരെയാകും. നിന്റെ അകം ശുദ്ധീകരിക്കപ്പെട്ടാൽ നിന്റെ മുഖം കർത്താവിന്റെ അഗ്നിയിൽ തിളങ്ങും. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കെട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കെട്ടിടാം. നാമോ പോകാറ. മുട്ടിന്മേൽ നിന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വർഗം തുറന്ന് ദിവ്യ തേജസ്സ് നിങ്ങളിൽ ഇറങ്ങുന്നു. മുട്ടിന്മേൽ നിന്ന് പാടി കരം തട്ടി പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമകാവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം. കരമുയർത്തി ആമേൻ. അഗ്നി, അഗ്നി, ദിവ്യ തേജസ് നിങ്ങളിൽ, നിങ്ങളിൽ സ്വർഗത്തിലെ അഭിഷേക തേജസ് നിങ്ങളിൽ വ്യാപരിക്കുന്നു, നിങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും ആത്മാവിൽ നിറഞ്ഞാട്ടെ, ആത്മാവിൽ നിറഞ്ഞാട്ടെ, അഗ്നിയിൽ നിറഞ്ഞാട്ടെ. എല്ലാരും വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം.
നഷ്ടപ്പെട്ട തേജസ് എനിക്ക് മടക്കി തരണമേ. നഷ്ടപ്പെട്ട ദിവ്യ തേജസ് എനിക്ക് മടക്കി തരണമേ. ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ, ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ, ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹൃദയം ഏൽപ്പിച്ചു കൊടുക്ക. യേശു കർത്താവേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. അകം ശുദ്ധീകരിക്കപ്പെട്ടാൽ മുഖം ശുദ്ധീകരിക്കപ്പെടും. മുഖത്തിലെ ദിവ്യ തേജസ് ഇറങ്ങോ. അഗ്നി 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 അഗ്നി. ആത്മാവിന്റെ വ്യാപാര ശക്തി നിങ്ങളിൽ, നിങ്ങളിൽ ആത്മാവിന്റെ വ്യാപാര ശക്തി നിങ്ങളിൽ ഓരോരുത്തരിൽ ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. പുതുഭാഷകളിൽ സംസാരിക്കുക, പുതുഭാഷകളിൽ സംസാരിക്കുക. അഗ്നിയിൽ നിറയുക, അഭിഷേക തീയിൽ നിറയുക. റഗ്ഗാലദം ധനദബലജബ റഗ്ഗാലദം ധനദബ റഗ്ഗാലദം ധനദബ. ടീ 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 നിറച്ചതിനായി സ്തോത്രം. 1 കൊരിന്ത്യർ 1:6 ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. സകലത്തിലും സമ്പന്നർ. ആമേൻ. ആദ്യം നാം ശ്രദ്ധിച്ചത് കൃപാധനം, രണ്ടാമത് തേജസ്സിന്റെ ധനം, മൂന്നാമത് എല്ലാ ധനവും കർത്താവിന്റെ പക്കലുണ്ട്. സകലത്തിലും സമ്പന്നർ. റിച്ചസ് ഇൻ ആൾ തിങ്സ്. ആദിമ നൂറ്റാണ്ട് സഭയെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 1 കൊരിന്ത്യർ 1:7 ശ്രദ്ധിപ്പീൻ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. കൊരിന്ത്യ സഭ ലേഖനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. They lacked in nothing. എല്ലാ ധനവും സഭയിൽ ഉണ്ടായിരുന്നു. ആമേൻ. എല്ലാ ആത്മീയ സമ്പത്തിലും സഭയിലുള്ളവർ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി ദൈവത്തെ സ്തുതിച്ചു. The Bible says they lacked in nothing. ഒരു കൃപാവരത്തിലും അവർ കുറവില്ലാത്തവരായിരുന്നു. 9 കൃപാവരമും സകല വിശ്വാസികളിലും നിറഞ്ഞു കവിഞ്ഞു ഒഴുകി. എല്ലാ പേരും അഭിഷേകത്തിന്റെ നിറവിൽ ജീവിച്ച്, എല്ലാ വിശ്വാസികളും അന്യഭാഷകൾ സംസാരിച്ച്, എല്ലാ വിശ്വാസികളും സംസാരിച്ച അന്യഭാഷ വ്യാഖ്യാനിച്ച് നാട്ടിന് നൽകി. എല്ലാ വിശ്വാസികളിലും അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപാവരം അവരിൽ ജ്വലിച്ച്, എല്ലാ വിശ്വാസികളും രോഗസൗഖ്യം നൽകുന്ന കൃപാവരം ആ വിശ്വാസികളിൽ ജ്വലിച്ച്, ദൈവാത്മാവിന്റെ നിറവിൽ തന്നെ അവർ ജീവിച്ച്. അതിന്റെ അർത്ഥം അവർ വെറും വിശ്വാസികളായിട്ടല്ല ജീവിച്ചത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവർ കർത്താവിന്റെ ശിഷ്യന്മാരായി ജീവിച്ച്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സകലരും സകലരും വിശ്വാസത്തിൽ നിലനിന്ന് ഇന്ന് സംഭവിക്കുന്നത് ഒരു നാട്ടുവൈദ്യനെ കാണുവാൻ വരുന്നത് പോലെയാണ്. ഒരു കുപ്പിയും കയ്യിൽ എടുത്തുകൊണ്ട് പ്രയർ ഗാർഡൻസിലേക്ക് വരുന്നത്. ഒത്താൻ ഒത്തു പിള്ളേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തോട് മാത്രം മത്സരിക്കരുത്. അവൻ നിന്നെ സൗഖ്യമാക്കും, അത് ഉറപ്പാണ്. അവന്റെ പക്കലുള്ള ധനം നിന്നെ സമൃദ്ധിയായി നിറയ്ക്കും, അത് ഉറപ്പാണ്.
പക്ഷെ നീ ഒരു തീർമാനം എടുക്കണം. എന്റെ ദൈവം അനുഗ്രഹിച്ചാലും അല്ലെങ്കിലും ഞാൻ വേറെ ഒരു ഇടത്തും പോവുകയില്ല. എന്റെ ദൈവം എനിക്ക് മതി. ആമേൻ. വിടുതൽ ലഭിച്ചാൽ മുങ്ങിക്കളയരുത്. അത് തലമുറയെ പിടിച്ചടക്കും. ആ ശാപം ദൈവസന്നിധിയിൽ നിലനിൽക്കുക എങ്കിൽ അവന്റെ പക്കലുള്ള സകല ധനവും അവൻ നിങ്ങൾക്ക് നൽകും. എന്താണ് ദൈവത്തിന്റെ പക്കലുള്ള യഥാർത്ഥ ധനം? വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 6:10 ശ്രദ്ധിപ്പീൻ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. എല്ലാ പേരും വാ തുറന്ന് പറയാം, ദൈവം നമുക്ക് നൽകുന്ന യഥാർത്ഥ ധനമോ ദുഃഖിതരെങ്കിലും. വാ തുറന്നാട്ടെ. ഞങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. വാ തുറക്കണം. ഇനിയും വാ തുറക്കണം. ഞങ്ങൾ ദുഃഖിതർ എങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ഞങ്ങൾ ദരിദ്രർ എങ്കിലും പലരെയും യേശുവിൻ നാമത്തിൽ സമ്പന്നരാക്കുന്നവർ. ഞങ്ങൾ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരാണ്. കരമുയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അതാണ് സമ്പത്ത്. അതാണ് യേശു നൽകുന്ന സമ്പത്ത്. കഷ്ടതയിൽ സന്തോഷം. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ കഷ്ടതയിലായി തീർന്നാലും ഞാൻ സന്തോഷിക്കും. അതാണ് ഏറ്റവും നല്ല സമ്പത്ത്. അഗ്നി ശോധനകളിൽ യേശുവിന്റെ നാമമുഖാന്തരം ഞാൻ അഗ്നി ശോധനകളിലായി തീർന്നാലും ഞാൻ സന്തോഷിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ കാരാഗൃഹത്തിലായി തീർന്നാലും ഞാൻ സന്തോഷിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഉപദ്രവം അനുഭവിച്ചാലും ഞാൻ സന്തോഷിക്കും. അതാണ് ദൈവം നൽകുന്ന യഥാർത്ഥ ധനം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 4:12 ദൈവകാര്യങ്ങളിൽ അഗ്നി ശോധനയിൽ നീ അകപ്പെടുമ്പോൾ നീ ദുഃഖിച്ച് പിന്മാറി പോകരുത്. സഹോദര സഹോദരി, ക്രിസ്തുവിൽ ആനന്ദിക്കുക. കർത്താവിൽ സന്തോഷിക്കുക. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോബുവിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, ഇവൻ നീതിമാൻ, ഇവൻ നിഷ്കളങ്കൻ, ഇവൻ ദോഷമിട്ട് അകലുന്നവൻ. യോബുവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന അനഷ്ടം, അഗ്നിശോധന, നാശനഷ്ടം, വീട് തകർന്ന്, മക്കൾ മരിച്ചുപോയി, കുടുംബം കൈവിട്ട്, സ്നേഹിതന്മാർ പരിഹസിച്ച്, ആരോഗ്യം തകർന്ന്, വെണ്ണ കൊണ്ട് കഴുകിയ തന്റെ ശരീരം വ്രണം കൊണ്ട് നിറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവൻ അസ്ഥിയും തോലുമായി ജീവൻ മാത്രം ബാക്കി. അവിടെയും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സാത്താനോട് പറയുന്നു, touch not his life. യോബിന്റെ പുസ്തകം 2:6 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവന്റെ ജീവനം മാത്രം നീ തുടരുത്. അപ്പോൾ യോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. എന്റെ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. യേശു കർത്താവിന്റെ നാമത്തിനായി അഗ്നി ശോധനയിലും ഞാൻ സന്തോഷിക്കും.
ദൈവം തന്റെ ഭക്തന്റെ ജീവിതത്തിൽ നൽകുന്ന യഥാർത്ഥ ധനം കഷ്ടതയിൽ ഉല്ലാസം, കഷ്ടതയിൽ സന്തോഷം. ആ സന്തോഷം പ്രാപിച്ചെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എഴുന്നേൽക്കാം. സ്തോത്രം. വാ തുറന്ന് പ്രാർത്ഥിക്കാം. വാ തുറന്ന് പ്രാർത്ഥിക്കാം. അപ്പാ യേശുവേ, എന്നെ തൊടണമേ, എന്നെ തൊടണമേ. ഏകാഗ്രഹൃദയം, ഒറ്റ മനസ്സ്, ഒറ്റ മനസ്സ്, ഒറ്റ മനസ്സ്. വാ തുറന്ന് യാചിച്ചാട്ടെ, വാ തുറന്ന് യാചിച്ചാട്ടെ, വാ തുറന്ന് യാചിച്ചാട്ടെ. എല്ലാവരും എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. ആമേൻ. വാ തുറന്ന് ദൈവസന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. വാ തുറക്കാം. ഹല്ലേലൂയ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. എല്ലാരിലും 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 ഉള്ളു തുറക്കാം, ഉള്ളു തുറക്കാം. ആമേൻ. ദൈവമേ നന്ദി. ആമേൻ, ആമേൻ. ഏൽപ്പിച്ചു കൊടുക്കുക, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ദിസ് ഈസ് ദ ടൈം ഓഫ് മിറക്കിൾ. ദിസ് ഈസ് ദ ടൈം ഓഫ് മിറക്കിൾ. ആമേൻ. ഇത് വിടുതലിൻ തീ, ഇത് വിടുതലിൻ തീ വ്യാപരിക്കുന്ന സമയം. ആമേൻ, ആമേൻ. യേശുവേ, എന്റെ ഉള്ളത്തിൽ കടന്നു വരണമേ, എന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ, എന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ. വാ തുറന്ന് യാചിച്ചാട്ടെ, വാ തുറന്ന് യാചിച്ചാട്ടെ, വാ തുറന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ചാട്ടെ. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ഓരോരുത്തരിലും, 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 ഓരോരുത്തരിലും. നന്ദി, 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വാ തുറന്ന് നന്ദി പറയുക, വാ തുറന്ന് നന്ദി പറയുക. ആഹാരം തന്നതിനായി നന്ദി, അഭിഷേകം തന്നതിനായി നന്ദി, ആരോഗ്യം തന്നതിനായി നന്ദി, മക്കളെ തന്നതിനായി നന്ദി. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. അവൻ മനസ്സലിയുന്നു, അവൻ മനസ്സലിയുന്നു, അവൻ നിങ്ങളോട് മനസ്സലിയുന്നു. കുടുംബത്തില് സമാധാനമില്ലാതെ അനേകർ പൊട്ടിക്കരയുന്നു. ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യതയില്ല, മക്കൾ തമ്മിൽ ഐക്യതയില്ല. കർത്താവേ, ഇവരുടെ ഭവനങ്ങളിൽ അങ്ങ് കടന്നു പോകണമേ, ഇവരുടെ ഭവനങ്ങളിൽ അങ്ങ് കടന്നു പോകണമേ, ഇവരുടെ ഭവനങ്ങളിൽ, ഇവരുടെ കുടുംബങ്ങളിൽ രാജാ അങ്ങ് കടന്നു പോകണമേ. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും വിടുതലിൻ തീ. കരം ഉയർത്തി, കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഗോഡ്സ് ഹീലിംഗ് ഹാൻഡ്. സൗഖ്യമാക്കുന്ന ഉന്നതത്തിലെ ദിവ്യ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു, നിങ്ങളിൽ വ്യാപരിക്കുന്നു, നിങ്ങളിൽ വ്യാപരിക്കുന്നു. കരം ഉയർത്തി, കരം തട്ടി. കട്ടികൾ മാഞ്ഞിപ്പോകുന്നു, മുളകൾ മാഞ്ഞിപ്പോകുന്നു, കട്ടികൾ മാഞ്ഞിപ്പോകുന്നു, മുളകൾ മാഞ്ഞിപ്പോകുന്നു. ഹല്ലേലൂയ. എല്ലാരിലും, 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 എല്ലാരിലും ക്യാൻസർ മാറുന്നു, വാതരോഗം മാറുന്നു, വലിവ് രോഗം മാറുന്നു. യേശുവിൻ നാമത്തിൽ മക്കളില്ലാത്ത ദൈവമക്കൾ കരം ഉയർത്തിക്കൊള്ളുക, മക്കളില്ലാത്തവർ കരം ഉയർത്തിക്കൊള്ളുക. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. തൊട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം, സ്തോത്രം. ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച ദൈവജനത്തെ യേശു തൊടുന്നത് ഞാൻ കാണുന്നു. നോ മോർ സർജറി, നോ മോർ ഓപ്പറേഷൻ. കർത്താവെ തൊട്ടതിനായി നന്ദി. എന്റെ വലത് ഭാഗത്ത്
കുടലിൽ ഓപ്പറേഷൻ ചെയ്യുവാൻ തീരുമാനിച്ച ഒരു മാതാവിന് കർത്താവ് തൊട്ട് ശവിക്കമാക്കുന്നു. തലയോട് ഇളക്കി മാറ്റി ഓപ്പറേഷൻ ചെയ്യുവാൻ തീരുമാനിച്ച് ഒരു സഹോദരനെ കർത്താവ് തൊട്ട് ശവിക്കമാക്കുന്നു. വീട്ടിൽ രോഗിയെ കിടത്തിക്കൊണ്ട്, ആശുപത്രിയിൽ രോഗിയെ കിടത്തിക്കൊണ്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ട് മനസ്സലിയുന്നു. புது சக்தி, புது சக்தி, புது சக்தி, புது சக்தி, புது சக்தி. ஜோலி நஷ்டப்பட்டு 2 യുവാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 പേരെയും കർത്താവ് തൊടുന്നു. 2 പേരെയും കർത്താവ് തൊടുന്നു. അഗ്നി, 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 അഗ്നി. അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. എല്ലാരിലും, 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 എല്ലാരിലും വാ തുറന്നട്ടെ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല. ജയം നമുക്കാവകാശമേ. ഇനി ശോകമില്ല. ജയം നമുക്കാവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടടാം. തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ച് നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ച് നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ പാടാറാ ആമേൻ പോകാറാ. ആയ് കണ്ടൻ പാടാറാ നാമം പോകാറാ. ആയ് കണ്ടൻ പാടാറാ. അഗ്നി, 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 അഗ്നി. power, 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 power. TT, 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 TT. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. മരണ ഭയം മാറിപ്പോകുന്നു. ക്യാൻസർ രോഗം മാറിപ്പോകുന്നു. വേദന കയറുകൾ മാറിപ്പോകുന്നു. TT, 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 TT. ആത്മാവിൽ നിറയ്ക്കണമേ. എല്ലാരെയും, എല്ലാരെയും അഭിഷേക തീയിൽ നിറയ്ക്കണമേ. എല്ലാരെയും, എല്ലാരെയും. പുതു ശക്തി വ്യാപരിക്കുന്നു. പുതു ശക്തി വ്യാപരിക്കുന്നു. പുതു ശക്തി വ്യാപരിക്കുന്നു. റഗാലദന്ധനദ ബലജബ റഗാലദന്ധനദ ബലജബ റഗാലദന്ധനദ റഗാലദന്ധനദ ബലജബ റഗാലദ. ടി 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 ടി. വിടുതലിൻ തീ,